എടീ നിന്റെ കാല് പണ്ട് വലിച്ചു കുടഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുവരാന്നുണ്ട്, അവിടെ കൊണ്ടുവന്നേക്കാണോ? ആ സ്ഥലമാണ് ദോണ്ട് അത് കേട്ടോ. ഇതെന്തോ സ്ഥലം? ഇത് പൂസാനംപെട്ടി തിരുമു ചികിത്സാ കേന്ദ്രമാണ്. പൂസാനംപെട്ടിയോ? ആ സ്ഥലത്തിന്റെ പേരാണ് പൂസാനംപെട്ടി. അത് കൊള്ളാലോ. തിരുമുന്ന വൈദ്യന്റെ പേരാണ് ഈശ്വരൻ. ഇവിടെ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഈ വൈദ്യം ഭയങ്കര ഫേമസ് ആ. അതായത് മലയാളികളൊക്കെ കുറെ പേര് ഏറ്റവും കൂടുതൽ ഇവിടെ മലയാളികളാണ് വരുന്നത്. എന്തിനുള്ള ഇത് ഒടിവ്, പൊട്ടല്, ചതവ്, പിന്നെ ഈ ഷോൾഡർ ഒക്കെ പോവുകയൊക്കെ ചെയ്യല്ലോ, അതെല്ലാം പിടിച്ചിടുകയൊക്കെ ചെയ്യും. തിരുമു ചികിത്സ ഏറ്റവും കൂടുതൽ കമ്പത്താണ്. കമ്പം സിറ്റിന്ന് അകത്തോട്ട് റോഡുണ്ട്, കുറച്ച് മുമ്പോട്ട് വരുമ്പോഴല്ലേ ഉള്ളിലോട്ടാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പല വൈദ്യന്മാരായിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഫേമസ് ഉള്ളത് പൂസാനംപെട്ടി തിരുമു ചികിത്സാ കേന്ദ്രം ഈശ്വരൻ. നമുക്ക് അകത്തോട്ട് പോവേ. ഇപ്പൊ തന്നെ ഭയങ്കര ആളാ. അതുകൊണ്ടാ വെള്ള ചെക്ക് ഷർട്ട് ഇട്ട പുള്ളി ഇല്ലേ, അതെന്റെ ചേട്ടനാണ്. പുള്ളിയുടെ കാല് 3 ഒടിഞ്ഞു, എല്ല് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന ചികിത്സത്. ഇവിടുത്തെ വൈദ്യൻ 6 മാസാ പറഞ്ഞത്. വെച്ച് കെട്ടുമായിരുന്നു, പിടിച്ചിട്ടിട്ട് വെച്ച് കെട്ടുമായിരുന്നു. 6 മാസത്തിനുള്ളിൽ എണ്ണീറ്റ് നടക്കുമെന്ന് പറഞ്ഞു. പുള്ളി 6 മാസത്തിനുള്ളിൽ തന്നെ എണ്ണീറ്റ് നടന്നു. എന്റെ കാലിന്റെ പൊട്ടലായിരുന്നു, ഇങ്ങനെ പിടിച്ച് തിരിച്ചു. 3 ആഴ്ച വെച്ച് കെട്ടി. 3 ആഴ്ചക്കുള്ളിൽ അന്നേരം തന്നെ നമ്മള് നടത്തും കേട്ടോ. അതുപോലെ തന്നെ 6 മാസം പറഞ്ഞു. 6 മാസം കൊണ്ട് തന്നെ നടക്കുകയോ ചെയ്തു. കാലിനടിപ്പോ ഒരു പ്രശ്നമില്ല, നോണ്ട നിൽക്കുന്നു. പുള്ളി ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ ഇതിനകത്തിലോട്ട് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ മലയാളീസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഉളക്ക വെച്ചൊക്കെ തിരുമുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അല്ലടാ, എന്തോ ഉളക്ക വെച്ച് തിരുമുന്ന ഒരു പരിപാടിയുണ്ട്. കാണിക്കാൻ സമ്മതിക്കുവാണെങ്കിൽ കാണിച്ചു തരാവേ. ബാ, ഇവര് ചികിത്സിക്കാണ്. എന്താ പറ്റിയ തരത്തില് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാ പറയുന്നുണ്ടല്ലേ. 4 ദിവസം എണീറ്റ് നടക്കുന്ന പറയുന്നത് കേട്ടോ. വീണതാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ തുണി വെച്ചാണ് വെച്ച് കെട്ടുന്നത്. തുണി പൊട്ടല ഒടിവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു പലകയും കിട്ടും. പിന്നെ എണ്ണ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ വെച്ച് കെട്ടാൻ ഒഴിക്കുന്ന മാവ് പോലത്തെ എന്തോ ഒരു സംഭവം കണ്ടോ, അത് തുണി മുക്കിയിട്ട് അത് വെച്ച് കെട്ടും അല്ലേ. അതായത് നമ്മള് ആ വെച്ച് കെട്ടിയതിനകത്തോട്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അവര് കൃത്യം ഇത്ര ആഴ്ച ഇത്ര കെട്ടാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അതിനുള്ളിൽ തന്നെ നമ്മൾ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും. എത്ര ദിവസമായിരുന്നു? 2 മാസമായി. ഇവിടെ വന്നിട്ടാണോ ശരിയായത്? അതിനു മുമ്പോ അടിപൊളി. ഇവിടെ ചികിത്സിച്ചോണ്ട് ഗുണമുണ്ട്. നമ്മളിത് നമ്മുടെ വൈദ്യനെ കാണിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ആ എണ്ണ കൈ പിടിച്ചോണ്ടിരിക്കുന്ന ആളാണ് വൈദ്യന്. ഇതാണ് ഈശ്വർ എന്ന് പറഞ്ഞ വൈദ്യന്. കുറെ പേർക്ക് തെറ്റിദ്ധരിച്ച് വേറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ ആള് കേട്ടോ. എണ്ണ തടവി ഒന്ന് വേദനയുള്ള സ്ഥലത്ത് വാളംപുളിയുടെ ഇലയുണ്ടല്ലോ, വാളംപുളിയുടെ ഇല വന്ന് തുണിക്കകത്ത് കിരിമാരി കെട്ടണം. കെട്ടിട്ട് വേദന എവിടെ തുടങ്ങുന്നത് അവിടെ എല്ലാം കിരി വെച്ചാൽ ഇവിടെ കുത്തി പരിക്കുന്ന ചൂടാക്കിയിട്ട് കിരി ആക്കിയിട്ട് വെള്ളത്തിലിട്ട് പോകാൻ. അതാണ് നല്ലത്. അത് കഴിയുമ്പോ അവിടെ എല്ലാം കിരി വെച്ചാൽ 2 ദിവസം 3 ദിവസം പിന്നെ മാറിക്കോട്ടെ. പിന്നെ പോകുമ്പോ ഏതാவது ഒരു മെഡിക്കൽ സ്റ്റോറിലെ വേദനയാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയാൽ മതി. നാർസ് ആവശ്യമുണ്ടെങ്കിൽ കളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. മനസ്സിലാതാ? നടന്നു നോക്ക്. ബുദ്ധിമുട്ടില്ലല്ലോ, ചില ബുദ്ധിമുട്ടുണ്ട്, അത് സഹിക്കണം. ഒറ്റയടിക്ക് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലേ ഹോസ്പിറ്റലിൽ എന്തോ പറഞ്ഞെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവരോട് വന്ന് പറയണം, ചോദിക്കും. ആദ്യം എല്ലാവരും ഹോസ്പിറ്റലിൽ പോവല്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിച്ചു, അങ്ങനെയൊക്കെ പറയും. നീ ഇപ്പൊ തന്നെ അല്ലേ മുമ്പ് ഒരു അങ്കിള് വന്നിട്ട് നടക്കാൻ വയ്യാതെ ഇറങ്ങി പോവുകയും ചെയ്തത്. എന്നെ എങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒടിവ് പൊട്ടൽ ഇതൊക്കെ ഉണ്ടല്ലോ,
മരവിപ്പിക്കാതാണ് പിടിച്ചിടുന്നത്. വേദനയൊക്കെ നല്ല രീതിയിൽ സഹിക്കണം. അടിപൊളി. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൽ കയറി ഇരിക്കുമ്പോ അത് ബ്ലഡ് വന്ന് ഇറങ്ങാതെ ഇരുമ്പോ കൊഞ്ചം വേദന കാണും, ഇല്ലെന്നല്ല ഞാൻ പറയാതെ. എപ്പോഴും 2 ദിവസത്തേക്ക് വേദന കൊണ്ട് പോയി അതാ മേടിച്ചു കൊണ്ടുപോയി ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വന്ന കൂടെ കേട്ടോ കേട്ടോ. ശരി, അവിടെ വണ്ടി പോയിരുന്നു. വെരിക്കോസ് വേദന എല്ലാത്തിനും തൈലമാണ്. വെരിക്കോസ് വേദനയ്ക്ക് തൈലം, വെരിക്കോസിന്റെ ഉണ്ടല്ലേ. നടുവേദനയ്ക്ക് അതുതാ പെടലി തേയ്മാനം വരെ നമ്മൾ കൊടുക്കുന്ന എണ്ണയില വന്ന് മുട്ട് തേയ്മാനം, നടുവ് തേയ്മാനം, നരമ്പ് ഉടക്കിയത്, കംപ്രസർ ചെയ്ത് സ്റ്റോക്ക് വന്ന് തളർന്നു കിടക്കുന്നതോടെ വരെ ഉപയോഗിക്കാം. വിലക്ക് വന്ന് ജാസ്തി വരും വില. എന്നാൽ ബെസ്റ്റ് എണ്ണയാണ്. നല്ല കൊടുക്കുന്നതിന് പൈസ കൊടുക്കുന്നതിന് ഒന്ന് മോശമൊന്നും നല്ല ആ തൈലം എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും. അതായത് ഉച്ചയ്ക്ക് മുന്നേ വന്നാൽ ബെസ്റ്റ് ആണ്. ഉച്ചയ്ക്ക് മുന്നേ കേരളത്തിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലേ? എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ സ്ഥലത്തു നിന്നല്ലേ? കേരളത്തിൽ നിന്നാണ്. വിശ്വാസം അവരെ ശരിയാക്കി എടുക്കുന്നുണ്ട്. ഈ എണ്ണയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നോ അതോ അന്ന് സ്റ്റോക്ക് വന്നവർക്ക് മാത്രം തൈലം പുറത്തുനിന്ന് വരും. അതാ വില കൂടിയത് വരുന്നത്. എല്ലാവർക്കും എല്ലാ വേദനയ്ക്കും അങ്ങനെ വെരിക്കോസ് വേദന വരെ. എടി അപ്പൊ എത്ര മണി വരെ എടി ഇതുള്ള? എടാ ഇത് രാവിലെ തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ്. രാവിലെ 10 മണിക്ക് മുന്നേ വരുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം ആര് വരുന്നു അവരെ നോക്കുന്നു. വരുന്ന ആൾക്കാരെ പരമാവധി വൈദ്യം നോക്കിയിട്ടേ വിടത്തുള്ളൂ. രാത്രി 7 മണി വരെ 7 മണി വരെ ഉള്ളൂ. പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ മുടക്കുന്നതിന്റെ അത്രയും ക്യാഷോ കാര്യങ്ങളോ ആവുന്നില്ല. ഇവിടെ എണ്ണയ്ക്കാണ് ഏറ്റവും, അതായത് എണ്ണയ്ക്ക് മാത്രമുള്ള പൈസ ആകത്തുള്ളൂ. കൃത്യമായിട്ട് പറയും ഇത്ര ട്രിപ്പ് വരണം, അതിനുള്ളിൽ നിങ്ങളുടെ അസുഖം കുറയുന്നു പറയുന്നുമുണ്ട്. അങ്ങനെ കുറഞ്ഞ ഒത്തിരിയും പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പറയുന്നു. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് വരിക. ഒന്നുകൂടെ പറയാം, നമ്മുടെ കമ്പത്താണ് പൂസാനംപെട്ടി ഈശ്വർ വൈദ്യര്.